ഉത്തരനെ തേരാളിയാക്കി അർജുനൻ കൗരവരോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറെടുക്കുന്നു. യുദ്ധാരംഭത്തിന്റെ സൂചനയായി ദിക്കുകൾ മുഴങ്ങുന്ന വിധം തൻ്റെ ശംഖെടുത്ത് അതിശക്തിയായി അർജുനൻ ഊതുന്നു. ഉത്തരൻ വീണ്ടും ഭയപ്പെട്ടുവെങ്കിലും അർജുനൻ ഉത്തരനെ സമാധാനിപ്പിക്കുന്നു. ആ സമയത്ത് കൗരവപക്ഷത്ത് പല ദുശകുനങ്ങളും സംഭവിക്കുന്നു. ദ്രോണർ ദുര്യോധനനോട് പറയുകയാണ്, ദുര്യോധന, തേരിൽ വരുന്നത് അർജുനൻ തന്നെയെന്ന് എനിക്ക് ഉറപ്പാണ്. വാനരക്കൊടിയും ഇപ്പോൾ നാം കേട്ട ശംഖനാദവും മറ്റാർക്കും ലഭിക്കുന്നതല്ല. അതുമാത്രമല്ല, നമ്മുടെ ഭാഗത്ത് പല വിധത്തിലുള്ള ദുശകുനങ്ങളും കാണുന്നുമുണ്ട്. അതുകൊണ്ട് അർജുനൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് പതറിപ്പോകുന്ന ഒരു സൈന്യത്തെ കണ്ട് ദുഃഖിക്കുവാനാണ് പോകുന്നത്. നമ്മുടെ സൈന്യത്തെ ദുര്യോധന, നീയൊന്ന് ശ്രദ്ധിക്കുക. അർജുനൻ്റെ ശംഖധ്വനി കേട്ട് സൈന്യമാകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് പശുക്കളെയെല്ലാം വിട്ട് അസ്ത്രം കയ്യിലെടുത്ത് വ്യൂഹം കെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. ദ്രോണർ ഇപ്രകാരം ദുര്യോധനനോട് പറഞ്ഞു. ഇത് കേട്ട് ദുര്യോധനൻ ഒരു വ്യക്തമായ തീരുമാനം എടുക്കുവാനാകാതെ ആലോചനയിലാണ്ടു നിൽക്കുന്നു.